ഹായ് ഹലോ ഗൈസ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എന്നിവയാണ്. നമുക്ക് ആവശ്യമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും എടുക്കാം. ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഞാനിവിടെ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്. ആ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണമുള്ള പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യാനുസരണം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ഈ വെജിറ്റബിൾ കുറുമ പോലുള്ള കറിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ്. ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നീട് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യാനുസരണമുള്ള ഗരം മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ഒരു 3/4 ടീസ്പൂണും ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മളിതിനകത്തൊരു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് നമ്മളിതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുക. പിന്നീട് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറെടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതിനകത്തോട്ട് ഞാനിവിടെ 4-5 ബദാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും ചേർക്കുന്നത് ഏറ്റവും നല്ലത്. അതിനെ നമ്മളൊന്ന് അരച്ചെടുത്ത് ആ പേസ്റ്റ് രൂപം നമുക്ക് ഈ മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയതായിട്ട് നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കാൻ, അതിൻ്റെ ടേസ്റ്റ് കൂടെ അതിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ അത്രയും നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് മാത്രം നമുക്കൊന്ന് ഗ്യാസിൽ വെച്ചിരിക്കാം. അതിനുശേഷം ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതൊരു ഓപ്ഷനിലാണ്. പിന്നീട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെയാണ് ഈ വെജിറ്റബിൾ കുറുമയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് റെസിപ്പിയാണ്. കാരണം എല്ലാ വെജിറ്റബിൾസും നമുക്ക് കുട്ടികളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ എല്ലാ വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ ഇങ്ങനൊരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിപ്പം അപ്പം, ഇടിയപ്പം എന്നിവയുടെ കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണിത്. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്